ബാലതാരമായി അരങ്ങേറി ശ്രദ്ധ നേടിയ പ്രതിഭയാണ് നടൻ സിദ്ധാർത്ഥ് പ്രഭു. തട്ടിയും മുട്ടിയും എന്ന സീരിയലിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥിന്റെ അഭിനയ ജീവിതത്തിന്റെ ആരംഭം. സിറ്റ്കോമായിരുന്ന തട്ടിയും മുട്ടിയും ഏറെക്കാലം മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആ സിറ്റ്കോം അവസാനിച്ച ശേഷവും സിദ്ധാർത്ഥിന്റെ ജനപ്രീതിക്ക് ഇടിവൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പിന്നീടാണ് മിനി സ്ക്രീനിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും എന്ന സിറ്റ്കോമിൽ താരം പങ്കാളിയാവുന്നത്. ബാലുവും നീലുവുമായി അഭിനയിച്ചിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയതിനു ശേഷം TRPയിലടക്കം വളരെ പിന്നിലായിരുന്നു ഉപ്പുമുളകും. അതിൽ വലിയ മാറ്റം സംഭവിച്ചത് സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വരവോടെയാണ്. ജൂഹി റുസ്താഗി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിന്റെ ഭർത്താവായ സിദ്ധുവായിട്ടാണ് സിദ്ധാർത്ഥ് പ്രഭു എത്തിയത്. അതിനുശേഷം ഉപ്പുമുളകും എപ്പിസോഡുകൾ വീണ്ടും TRPയിൽ വലിയ ചലനം സൃഷ്ടിച്ചു. യൂട്യൂബിൽ എപ്പിസോഡുകൾ മില്യൺ അടിക്കാൻ തുടങ്ങി. പല സീനുകളും വൈറലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. സിദ്ധു ലച്ചു കോംബോ ഹിറ്റായി പോകുന്നതിന് ഇടയ്ക്കാണ് മദ്യപിച്ച് വാഹനമോടിച്ച് വഴിയാത്രക്കാരെ ഇടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സിദ്ധാർത്ഥ് ഉൾപ്പെടുന്നത്. ആ വഴിയാത്രക്കാരൻ ചികിത്സയിലിരിക്കെ മരിച്ചതിനാൽ കേസും കൂട്ടവുമായി കുറച്ചുനാൾ നടൻ ഉപ്പുമുളകിൽ നിന്ന് വിട്ടുനിന്നു. പിന്നീട് തിരിച്ചെത്തിയപ്പോഴും വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താൻ വീണ്ടും ഒരു ബ്രേക്ക് ഉപ്പുമുളകിൽ നിന്ന് എടുക്കുകയാണെന്ന് അറിയിച്ചെത്തിയിരിക്കുകയാണ് സിദ്ധാർത്ഥ്. ഉപ്പുമുളകും എന്ന പരമ്പരയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു വിട പറയലല്ല, ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഇനി ഒരിക്കൽ തിരികെ വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഞാൻ തീർച്ചയായും നിങ്ങളെയെല്ലാം അറിയിക്കും. ഈ യാത്രയിൽ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും എത്ര മനോഹരമായിട്ടുള്ള അവസരം നൽകുകയും ചെയ്ത ഫ്ലവേഴ്സ് TVയോട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സംവിധായകൻ, തിരക്കഥാകൃത്തുക്കൾ, നിർമ്മാതാക്കൾ, ടെക്നീഷ്യന്മാർ, ക്യാമറ സംഘം, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, കോസ്റ്റ്യൂം ടീം, പ്രൊഡക്ഷൻ സ്റ്റാഫ്, ക്യാമറയ്ക്ക് പിന്നിൽ അക്ഷീണം പ്രയത്നിച്ച ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേക നന്ദി. നിങ്ങളാണ് ഈ അനുഭവത്തെ എനിക്ക് ഒരിക്കലും മറക്കാനാകാത്തതാക്കിയത്. എൻ്റെ പ്രിയ സഹതാരങ്ങളെ, നിങ്ങൾ നൽകിയ ചിരികൾക്കും മനോഹരമായിട്ടുള്ള ഓർമ്മകൾക്കും പിന്തുണയ്ക്കും സൗഹൃദത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. നിങ്ങളിൽ ഓരോരുത്തരോടും ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. നമ്മൾ ഒരുമിച്ച് പങ്കുവച്ച ഓരോ നിമിഷവും ഞാൻ എന്നും ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കും എന്നാണ് ബ്രേക്ക് എടുക്കുന്നു എന്ന് അറിയിച്ച് സിദ്ധാർത്ഥ് കുറിച്ചത്. എന്നാൽ ഉപ്പുമുളകും ആരാധകർക്ക് സിദ്ധാർത്ഥിന്റെ പുതിയ തീരുമാനത്തിൽ നിരാശരാണ്. ഇത്രയും മനസ്സിൽ പിടിച്ച വ്യക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സിദ്ധു പോയി എന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം. തലയ്ക്കടിയേറ്റതുപോലെ ആയല്ലോ അളിയോ. ഇത്രയും നാൾ താങ്കൾ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ പ്രേക്ഷകർ. ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ഇനി ഇതിൽ നിന്നും റിക്കവർ ആവാൻ കുറച്ച് സമയമെടുക്കും. താങ്കൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഉപ്പുമുളകും എന്ന പരമ്പര ഞങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങിയത്. അപ്പോൾ അണ്ണൻ ഇത്തവണത്തെ ബിഗ് ബോസിലുണ്ടെന്ന് ഉറപ്പായി. കാരണം ബ്രേക്ക് എടുത്തിരിക്കുന്നത് ഈ സമയത്തായതുകൊണ്ട് എന്ന് ചിലർ കുറിച്ചിട്ടുണ്ട്. മിക്കവാറും ബിഗ് ബോസിൽ ഉണ്ടാകാനാണ് ചാൻസ് എന്നാണ് കൂടുതൽ കമൻസുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ബ്രേക്ക് എടുത്തിരിക്കുന്നത് എന്നാണ്. ഓഗസ്റ്റിലാണ് ബിഗ് ബോസ് സീസൺ 8 ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ താരം ഉൾപ്പെടാൻ സാധ്യത കൂടുതലാണെന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത്. ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇത് ഏറെ നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. സിദ്ധാർത്ഥ് ബിഗ് ബോസിൽ വരുന്നതിൽ സന്തോഷമാണെങ്കിലും ഉപ്പുമുളകിലെ സിദ്ധു അളിയനായി ഇനി ഉണ്ടാകില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് നിരാശയുണ്ടാക്കുന്നത്.